UDF കേരളത്തിൽ അധികാരത്തിൽ വരുമോ വരില്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. ഈ ലോക് പോൾ പോലെയുള്ള ഈ സർവേകളുടെയൊക്കെ ഒരു ക്രെഡിബിലിറ്റിയാണ്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സുതാര്യതയാണ്. തങ്ങളുടെ പാർട്ടിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ആളുകളെക്കുറിച്ച് അവർ സംസാരിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ആളുകളുടെ അഭിപ്രായത്തെ ഒക്കെ എടുത്ത് ഡാറ്റാബേസ് ആക്കി ഉപയോഗിച്ചുകൊണ്ട് ഒരു സർവേ നടത്തുക, ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഒരു കനത്ത മത്സരം തന്നെയായിരിക്കും കാഴ്ചവെക്കുക. ഓരോ നിയോജക മണ്ഡലങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ MLA മാർ വിജയിക്കുമോ തോൽക്കുമോ എന്നുള്ള കാര്യം ജനം തീരുമാനിക്കുക. ഭരണപക്ഷത്തെ വിമർശിക്കുന്നതോടൊപ്പം തന്നെ പ്രതിപക്ഷവും ചോദ്യം ചെയ്യപ്പെടുവിടെ. അതുകൊണ്ടാണ് വികസനത്തെക്കുറിച്ച് സംസാരിക്കാതെ ഇപ്പോഴും പ്രതിപക്ഷത്തിന് ശബരിമല എന്ന് പറഞ്ഞിരിക്കേണ്ടി വരുന്നത്. നമസ്കാരം. ഇന്ന് ലോക് പോൾ സർവേ പുറത്തു വന്നു. 81 മുതൽ 86 സീറ്റ് വരെ നേടിക്കൊണ്ട് UDF അധികാരത്തിൽ വരുമെന്നും 50 മുതൽ 56 സീറ്റ് വരെ LDF-നും 0 മുതൽ 2 സീറ്റ് വരെ NDA-ക്കും ആണ് അതിലുണ്ടായിരുന്ന ഒരു റിസൾട്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ UDF അധികാരത്തിൽ വരാനുള്ള സാധ്യതകളുണ്ടോ? UDF കേരളത്തിൽ അധികാരത്തിൽ വരുമോ വരില്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. നമ്മൾ ആദ്യം അഡ്രസ്സ് ചെയ്ത് പോകേണ്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോക് പോൾ എന്നുള്ള എൻ്റെ പേര് പറഞ്ഞേ, ഈ ലോക് പോൾ ഇതുപോലെയുള്ള ഈ സർവേകളുടെയൊക്കെ ഒരു ക്രെഡിബിലിറ്റിയാണ്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സുതാര്യതയാണ്. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ പ്രമുഖനായിട്ടുള്ളൊരു വ്യക്തിയിൽ നിന്ന് അറിയാൻ വേണ്ടി സാധിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാളുടെ അടുത്ത് ഇതേപോലെ സർവേ ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ചെന്നു. ഈ ചെന്ന ആളുകളോട് നിങ്ങളുടെ വീട് എവിടെയാണ് എന്ന് ചോദിച്ചിട്ട് ആ വീട് പോലും പറയാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള പല ആളുകൾക്കും ഒരു രജിസ്റ്റേർഡ് ഓഫീസോ അല്ലെങ്കിൽ അഡ്രസ്സോ ഇല്ലാത്ത ആളുകളാണ്. ഇത് കുറച്ച് വട്ടന്മാർ എന്ന് തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ചില വട്ടന്മാർ, ഇവർ പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുക. ചില സ്ഥലങ്ങളിൽ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലും, ചില സ്ഥലങ്ങളിൽ പൊളിറ്റിക്കൽ ഈവന്റ് മാനേജേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലും. ഇങ്ങനെ ഓരോരോ പേരുകളിൽ, അതായത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ ഒരു കൂട്ടം ആളുകളെ പിടിച്ചുകൊണ്ടുപോയിട്ട് സൈക്യാട്രിക് ട്രീറ്റ്മെന്റിന് വിധേയമാക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഈ ഒരു രസമാണ് ഇവർക്ക്. കാരണം രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു സർവേ നടത്തിക്കളയാം. ഇവർ നടത്തുന്ന സർവേയുടെ ഡാറ്റാബേസ് എന്താണ്, ഇവരെങ്ങനെയാണ് സർവേ നടത്തുന്നത്, അല്ലെങ്കിൽ സർവേയും പബ്ലിക് ഒപ്പീനിയനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഷാഫി നാളെ ഒരു മൈക്കുമായിട്ട് ഈ ഏതെങ്കിലുമൊക്കെ നിയോജക മണ്ഡലങ്ങളിൽ ചെന്നിട്ട് ചോദിക്കുകയാണ്, ഇവിടെ ഇന്നയാളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്. ഇപ്പം നമ്മളിരിക്കുന്നത് തൃക്കാക്കരയാണ്. തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ ചോദിക്കാതിരിക്കുക, ഉമാ തോമസിൻ്റെ പ്രകടനം എങ്ങനെയുണ്ട്. ഇപ്പം CA2 തൊഴിലാളികളുടെ അടുത്ത് പോയി ചോദിക്കുകയാണെങ്കിൽ അവർ പറയത്തില്ലേ, ഉമാ തോമസ് കൊള്ളത്തില്ല എന്ന് പറയും. അതേസമയം INTUC-കാരുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയുക, നല്ല ഗംഭീര MLA എന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെയുള്ളൊരു സംഭവമേ ഉള്ളൂ ഈ പറഞ്ഞ ഈ വിഷ്വൽ ആയിട്ടുള്ള പബ്ലിക് ഒപ്പീനിയൻ ഉള്ളൂ. കാരണം ഇവരെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ ധാരണയുണ്ട് തങ്ങൾ ആരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. തങ്ങളുടെ പാർട്ടിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ആളുകളെക്കുറിച്ച് അവർ സംസാരിക്കത്തുള്ളൂ. ഈ പബ്ലിക് ഒപ്പീനിയനിലൊക്കെ വന്നിട്ട് ഒരു കാര്യങ്ങൾ പറയുന്ന ആളുകൾ, അവർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഈ കൃത്യമായ രാഷ്ട്രീയമില്ലാത്ത ഒരാളും ഈ പബ്ലിക് ഒപ്പീനിയൻ വന്ന് സംസാരിക്കത്തില്ല. കാരണം അവർ നിഷ്പക്ഷരുടെ ഫേസ് അണിഞ്ഞ് നടക്കുന്നതാണ്. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും നിഷ്പക്ഷരായിട്ടുള്ള ആളുകളാണ്. സ്വന്തമായിട്ട് പാർട്ടി അല്ലെങ്കിൽ സ്വന്തമായിട്ട് രാഷ്ട്രീയ പക്ഷമുള്ള ആളുകളാണ് ഇങ്ങനെയുള്ള പബ്ലിക് ഒപ്പീനിയനുകളൊക്കെ വന്നിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ അഭിപ്രായത്തെ ഒക്കെ എടുത്ത് ഡാറ്റാബേസ് ആക്കി ഉപയോഗിച്ചുകൊണ്ട് ഒരു സർവേ നടത്തുക. ആ സർവേയുടെ അടിസ്ഥാനത്തിൽ UDF 81 മുതൽ 86 വരെ സീറ്റുകളിൽ അധികാരത്തിൽ വരുമെന്ന് പറയുക. ഈ പറഞ്ഞ CPM 51 മുതൽ 56 സീറ്റുകളിലേക്ക് പോകുമെന്ന് പറയുക. BJPക്ക് 0 to 2 സീറ്റ് പ്രവചിക്കുക. ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണ്, ശുദ്ധ മണ്ടത്തരമാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കത്തില്ല. ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഒരു കനത്ത മത്സരം തന്നെയായിരിക്കും കാഴ്ചവെക്കുക. ഓരോ സീറ്റുകളിലും കനത്ത മത്സരമായിരിക്കും. ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഇപ്പോൾ VD സതീശൻ 100 സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട്. 100 സീറ്റുകളോടുകൂടി UDF അധികാരത്തിൽ വരുമെന്ന് പറയുന്നുണ്ട്. ഈ UDF-ന് അനുകൂലമായിട്ട് സർവേ എടുക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ ലോക് പോൾ എന്ന് പറയുന്നത്. ഈ ലോക് പോളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഒരു അഡ്രസ്സ് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ലല്ലോ. ഇത് ചില ആളുകൾ UDF സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് കുത്തിയിരുന്ന് പടച്ചുവിടുന്ന സാധനങ്ങളാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരൊക്കെ ഇപ്പം 100 എന്ന നമ്പറിൽ നിന്ന് 81 to 86 എന്ന നമ്പറിലേക്ക് എത്തിയിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. ഈ 81, 86 നമ്പറുകളിലേക്ക് എത്തുന്ന ഇവർ ഇനി ഒരു മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക്, ഒരു മാർച്ച് അവസാനത്തോടു കൂടി ഇറക്കാൻ പോകുന്ന ആ സർവേക്കകത്ത് എന്തായിരിക്കും പറയുക, ഇവർക്ക് LDF കുറച്ച് പൈസ കൊടുത്തു വിചാരിച്ചു ഈ പറഞ്ഞ ലോക് പോൾ സർവേക്കാർക്ക്.
അവർ നേരെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 81 മുതൽ 86 വരെ സീറ്റുകളിലേക്ക്, അല്ലെങ്കിൽ 86 മുതൽ 90 വരെ സീറ്റുകളിലേക്ക്, അല്ലെങ്കിൽ 75 മുതൽ 80 വരെ സീറ്റുകളിലേക്ക് LDF മുന്നിട്ട് നിൽക്കുന്നു എന്ന രീതിയിലുള്ള സർവേ ഇറക്കും. ഈ സർവേയുടെയൊക്കെ സുതാര്യത എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിനെയൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് ഓടിച്ചു വിടാൻ പറ്റും എന്നതിനപ്പുറത്തേക്ക് വേറെ ഒരു കഥയും അതിനകത്തില്ലാത്തതാണ് വാസ്തവം. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് തന്നെയാണ് മത്സരം നടക്കുന്നത്. അവിടെ MLAയുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു, ആ MLA എന്തെല്ലാം കാര്യങ്ങൾ ആ നിയോജക മണ്ഡലത്തിന് വേണ്ടി ചെയ്തു എന്നുള്ള കാര്യമാണ് വിലയിരുത്തപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം 98ഓളം ഇടതുപക്ഷ MLAമാരുണ്ട്. ഈ 98ഓളം ഇടതുപക്ഷ MLAമാരിൽ ഏതാനും ചില ആളുകൾ മാത്രമാണ് മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബാക്കിയുള്ള MLAമാരുടെ പ്രവർത്തനങ്ങൾ, ഓരോ നിയോജക മണ്ഡലങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ MLAമാർ വിജയിക്കുമോ തോൽക്കുമോ എന്നുള്ള കാര്യം ജനം തീരുമാനിക്കുക. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരെയും എടുത്ത് പരിശോധിക്കുക. അതായത് MM മണിയാശാൻ മുതൽ വടക്കാഞ്ചേരി MLA ഉൾപ്പെടെ ഉള്ള ചെറുപ്പക്കാരായിട്ടുള്ള MLAമാരുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഈ ഒരു പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഒരു പ്രോഗ്രസ് കാർഡ് ജനമെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വികസനങ്ങളുണ്ടെന്നേ, 100 കോടിക്കും 200 കോടിയുടെയൊക്കെ വികസനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ UDF MLAമാരുടെ പല മണ്ഡലങ്ങളിലും വികസനം എത്തി നോക്കിയിട്ടില്ല. കാരണം അപ്പോൾ പറയായിരിക്കും സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ ഫണ്ട് അനുവദിച്ചില്ല എന്ന്. ഇവരെ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ പ്രപ്പോസൽ കൊടുത്തിട്ട് വേണ്ട സംസ്ഥാന സർക്കാർ അംഗീകരിക്കാനായിട്ട്. ഈ സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിൽ ആ പദ്ധതി അനുവദിച്ചില്ല എന്ന് വിചാരിക്കുക, ഇവർ കിഫ്ബിയിൽ കൊണ്ട് ഇവർക്ക് പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാമല്ലോ. കിഫ്ബി വഴിയായിട്ട് ഇവർക്ക് പൈസ കൊണ്ടുപോകാമല്ലോ സ്വന്തം മണ്ഡലത്തിലേക്ക്. എന്തുകൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത്? അപ്പോൾ അങ്ങനെ പരാജയപ്പെട്ട എത്ര MLAമാർ ഉണ്ട് എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടി വരും. അതായത് വികസന കാര്യങ്ങളിൽ ഒന്നാലോചിച്ച് ഈ 42 MLAമാരിൽ ബഹുഭൂരിപക്ഷം വരുന്ന MLAമാരുടെയും നിയോജക മണ്ഡലങ്ങളെ വികസന മുരടിപ്പ് ബാധിച്ചിട്ടുണ്ട്. മറ്റ് എല്ലാ 98 നിയോജക മണ്ഡലങ്ങളിലും വികസനത്തിൽ വൻ കുതിപ്പ് നേടുന്ന സമയത്താണ് ഈ പറഞ്ഞ 42ഓളം നിയോജക മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം നിയോജക മണ്ഡലങ്ങളും വലിയ രീതിയിലുള്ള വികസന മുരടിപ്പിന് ബാധിച്ചിരിക്കുന്നത്. ജനങ്ങൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഈ വരുന്ന MLAയോട് ചോദിക്കത്തില്ലേ? ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ വിഷ്ണുനാഥിനെ കുണ്ടറയിൽ പിടിച്ചു നിർത്തി നമ്മൾ കണ്ടിരുന്നല്ലോ. വിഷ്ണുനാഥിനെ സംബന്ധിച്ച് വിഷ്ണുനാഥ് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരുപാട് ജോലി തിരക്കുകൾ ഉണ്ടാവുമായിരിക്കും. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഓടി എത്തേണ്ടതുണ്ടാവും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ സാധിക്കാത്തത് എന്നൊക്കെ നമുക്ക് കരുതാം. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. ചെങ്ങന്നൂർ PC വിഷ്ണുനാഥ് 2 പ്രാവശ്യം വിജയിച്ചു. പക്ഷേ 3ാമത്തെ പ്രാവശ്യം അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടുകൂടി തോക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ UDFിലെ MLAമാരുടെയും അതോടൊപ്പം തന്നെ LDFിലെ MLAമാരുടെയും ഒക്കെ ഒരു പ്രോഗ്രസ് കാർഡ് എടുത്ത് ജനം പരിശോധിക്കുന്ന സമയത്ത് അവരുടെ പ്രവർത്തനങ്ങൾ മോശമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ പരാജയമായിരിക്കും ഈ പറയുന്ന MLAമാർക്കൊക്കെ ഉണ്ടാവുക. അതേസമയം LDFിൻ്റെ MLAമാരെ നോക്കൂ. അവർ ഓരോ മണ്ഡലത്തിലും നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങളുമായിട്ടായിരിക്കും ഇവർ എവിടേക്ക് പോവുക? മത്സര ഗോതയിലേക്ക് വേണ്ടി പോകുന്നത്. അതേസമയം എതിർ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ആളുകൾ എത്ര പ്രഗത്ഭരാണെങ്കിലും കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം തങ്ങളുടെ MLA തങ്ങളുടെ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ള നല്ല വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങളെ വിസ്മരിക്കാനായിട്ട് ഏതെങ്കിലും ഒരു നാട്ടുകാരൻ തയ്യാറാവുമോ? ഇപ്പോൾ ആളുകൾ ചിന്തിക്കത്തില്ലേ? കാരണം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ നിന്നോ ആരെങ്കിലുമൊക്കെ ഒന്ന് മത്സരിക്കാൻ വേണ്ടിയിട്ട് വരികയാണെന്ന് വിചാരിക്കുക. ഈ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കടന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ഇടുന്ന നല്ല പ്രതിപക്ഷ പ്രവർത്തനം എന്ന് പറയുന്നത് ക്രിയാത്മകമായിട്ട് ജനങ്ങൾ നേരിട്ടിട്ടുള്ള ഏതൊക്കെ പ്രശ്നങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ വേണ്ടിയിട്ട് നിലവിലത്തെ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. ജനം അതിനും കൂടി മാർക്കിടും. തങ്ങളുടെ നാട്ടിൽ വികസന മുരടിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു സമരമെങ്കിലും ഈ വികസന മുരടിപ്പിനെതിരെ ചെയ്യാനായിട്ട് എന്തുകൊണ്ടാണ് ഈ MLA തയ്യാറാവാതിരുന്നത് എന്നും ജനം ചോദിക്കും. ഭരണപക്ഷത്തെ വിമർശിക്കുന്നതോടൊപ്പം തന്നെ പ്രതിപക്ഷവും ചോദ്യം ചെയ്യപ്പെടും ഇവിടെ. അതുകൊണ്ടാണ് വികസനത്തെക്കുറിച്ച് സംസാരിക്കാതെ ഇപ്പോഴും പ്രതിപക്ഷത്തിന് ശബരിമല എന്ന് പറഞ്ഞിരിക്കേണ്ടി വരുന്നത്. 2 ദിവസമായിട്ട് ഇപ്പോൾ ശബരിമലയെക്കുറിച്ചൊന്നും കേൾക്കാനില്ല. കാരണം ശബരിമലയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടി UDFിന് ഉണ്ടാകും എന്നുള്ളൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ശബരിമലയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കനത്ത പോരാട്ടമാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാശ് കൊടുത്ത് അണികൾക്ക് ആത്മവിശ്വാസം പകരാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഫേക്ക് സർവേകൾ ഇറക്കിയിട്ട് അത് UDFിന് ഒരു തരത്തിലും ഗുണം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. മറിച്ച് എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ കുറച്ചുകൂടി ഒന്ന് കരുതലെടുക്കും. തങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യമുണ്ടോ, അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉഷാറായിട്ട് തങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ തങ്ങൾക്ക് വലിയൊരു അപകടം സംഭവിക്കാൻ വേണ്ടി പോകുന്നു എന്നൊരു ധാരണ LDF ഉണ്ടാവത്തില്ലേ? LDF തങ്ങളുടെ സർവ്വശക്തിയും കരുത്തും എടുത്ത് രംഗത്തേക്ക് ഇറങ്ങത്തില്ലേ? അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യും? UDF അതിനെ എങ്ങനെ പ്രതിരോധിക്കും? അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യാജ സർവേകൾ തീർച്ചയായിട്ടും UDFിന് ഗുണം ചെയ്യില്ല, അത് ദോഷം മാത്രമേ
ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുക.